രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കറിയായിട്ട് കടലക്കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും. അപ്പോൾ പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ് അതല്ല നമ്മൾ സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ തയ്യാറാക്കുന്ന രീതിയായിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. നിങ്ങളെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. ഒരു കപ്പ് കടല തലേദിവസം രാത്രി കുതിർത്തെടുത്തതായിരുന്നു കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ അതിലേക്ക് ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർക്കുന്നത് കടലയുടെ മസാലയൊക്കെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അത് ചേർത്ത് കൊടുത്താൽ ഇങ്ങനെ കുക്കർ വിസിൽ വരുമ്പോൾ പുറത്തേക്ക് പോവില്ല. പിന്നെ ഒരു സവാള അരിഞ്ഞതും അതുപോലെ ഒരു ചെറിയ തക്കാളി അരിഞ്ഞതും അതുപോലെ 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പച്ചമുളക് ഇതുപോലെ കീറിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടല വേവിക്കുമ്പോൾ തന്നെ ഈ ഒരു ഇൻഗ്രീഡിയൻസ് മൊത്തം ഇതിലിട്ടിട്ട് തന്നെ വേവിച്ചെടുത്താൽ നമുക്ക് ഒരുപാട് സമയം ഇതിന് വേണ്ടിയിട്ട് ചിലവാക്കേണ്ട ആവശ്യമില്ല. ഉള്ളി വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി നമുക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലയും അതേപോലെ തന്നെ 1/2 ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ആയി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് മുങ്ങിക്കിടക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിൽ കൂടുതലൊന്നും വേണ്ട. പിന്നെ കുക്കറിൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഓവറായിട്ട് വെള്ളം ചേർത്താൽ പുറത്തേക്ക് ചീറ്റി പോവുകയൊക്കെ ചെയ്യും. പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ പുറത്തേക്ക് പോവില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക, വെള്ളം എന്തായാലും കൂടി പോകരുത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് നമ്മൾ കടല എത്രയാണോ വേവിച്ചെടുക്കുന്ന ഒരു ടൈം ഏകദേശം നിങ്ങൾ ഓരോ കുക്കറിനനുസരിച്ച് മാറ്റം വരും. ഞാനൊരു 5-6 വിസിൽ വരുന്നവരെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കടലൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ചൊന്ന് ഇതുപോലെ ഒരു തവി വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. തിക്കായിട്ടുള്ള ഗ്രേവി കിട്ടാനും കറിക്കൊന്നുകൂടെ ടേസ്റ്റ് കിട്ടാനും വേണ്ടി. മുഴുവനായിട്ടല്ല, ചില പോർഷൻ ചില കടല മാത്രം ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുക്കുക. മുഴുവനായിട്ട് ഉടച്ചു കൊടുക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിക്കാൻ കിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ അപ്പോൾ തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുമുണ്ട്. ഇനി ഇതൊന്ന് താളിച്ചൊഴിച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണയിൽ താളിച്ചെടുത്താൽ ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയുള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു 3 അല്ലി വലിയ ചെറിയുള്ളി ആട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. 3, 4, 5 ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. അതൊന്ന് ഇതിലിട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ അതിലേക്ക് നമുക്കൊരു 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കാം കേട്ടോ. കറി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്ത ശേഷം. അപ്പോൾ എൻ്റെ കയ്യിൽ മല്ലിയിലല്ല, അപ്പം മല്ലിയില ചേർക്കുന്നില്ല. അപ്പോൾ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ആ ഒരു കറിയില്ലേ, നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കറി ഇതിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ സംഭവം സെറ്റായി. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ തയ്യാറാക്കി എടുക്കാറുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്കാട്ടോ ഞാൻ പറഞ്ഞത് മല്ലിയില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം എന്നുള്ളത്. അപ്പം ഉപ്പൊക്കെ കറക്റ്റ് അല്ലേ എന്നൊക്കെ നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ള സിമ്പിളായിട്ടുള്ള കടലക്കറിയാണ്. അപ്പോൾ ഞാനിത് പുട്ടിലേക്കാണ് കേട്ടോ കോമ്പിനേഷനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ ഇതുപോലെ തയ്യാറാക്കി നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പിയായിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു.